മണിക്ക് മുമ്പ് നമ്മുടെ കുരിശിൻ്റെ വഴി നടത്തുമെന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണിയിലെ ബസിലിക്ക പള്ളിയോട് ചേർന്ന് ഈ കുരിശിൻ്റെ വഴി നമ്മൾ നടത്തുമ്പോൾ ദണ്ഡവിമോചനം അങ്ങനെ പറഞ്ഞല്ലോ. ദണ്ഡെന്ന് പറഞ്ഞ അടി, ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലവും നിങ്ങൾ മാറി നിൽക്കല്ലേ, ഓരോ സ്റ്റേഷനും ഈശോയെ നോക്കിക്കൊണ്ടായിരിക്കണം കുരിശിൻ്റെ വഴി നടത്തുന്നത്. അപ്പോൾ കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ നമ്മുടെ ജീവിതമാണ്, ഈ സഹനമാണ്. ഒന്നാം സ്ഥലം കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ച് വിശുദ്ധ പദ്രോപിയോ പറയുന്നത്, ചെയ്യാത്ത തെറ്റ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും ആരോപിച്ചിട്ട് അവർക്കെതിരെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിരോധമുണ്ടെങ്കിൽ ഒന്നാം സ്ഥലത്ത് നിൽക്കല്ലെന്ന്. സഹോദരിയെ തൃക്കൊടിത്താനത്ത് പോലീസ് സ്റ്റേഷൻ ഒരു കേസ് കൊടുത്ത് ചെയ്യാത്ത പേര് കേസ് കോടതിയിൽ പോയി 3 മാസം ശിക്ഷ ലഭിച്ചു. ആ ശിക്ഷ തന്ന വ്യക്തിയോടുള്ള മനോഭാവം എങ്ങനെയാണ്? ആ മനോഭാവത്തിന് മാറ്റമില്ലാത്തെങ്കിൽ ഒന്നാം സ്ഥലത്ത് നിൽക്കലെന്നാണ് പദ്രോപിയോ പറയും. കുരിശിൻ്റെ വഴി എൻ്റെ വഴി. അപ്പോൾ ഒന്നാം സ്ഥലത്ത് കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടെങ്കിൽ ഞാനും അങ്ങനെ നിൽക്കണമെന്ന്. എനിക്കെതിരെ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും, എനിക്കെതിരെ എന്തെല്ലാം വ്യക്തിഹത്യ നടത്തിയാലും അവനെ നിരപരാധിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്നാം സ്ഥലത്ത് നിൽക്കരുത്. നമ്മൾ നിൽക്കുന്നെങ്കിൽ പിന്നെ എന്തുവാ? നമ്മളും വിചാരിച്ചും തമ്മിലുള്ള വ്യത്യാസം ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒന്നാം സ്ഥലം എന്ന് പറയുമ്പോൾ ഈശോയോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വേളാങ്കണ്ണിയുടെ കുരിശിൻ്റെ വഴിയുടെ പ്രത്യേകത എന്താ? അപ്പോൾ 15ാം സ്റ്റേഷനിൽ ഉയർപ്പോടുകൂടി അതിൽ. അപ്പോൾ ഈ സഹനങ്ങളുടെ ഒടുവിൽ എന്തുണ്ട്? ഉയർപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ആ ഡ്രൈവർ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഭാവികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിനിയോഗിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ വിനിയോഗിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ പതനം മുതൽ ഗാഗുൽത്ത വരെ കുരിശു വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ച കർത്താവേ. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും തലവണങ്ങി കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു, കൽമഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാവിൻ കാരുണ്യം കൈക്കൊണ്ട് സാരവിധിയിൽ നീ അരിവാതു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം. അവസാനവിധിയിൽ നീ അരിവാതു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം. ഒന്നാം സ്ഥലം ഈശോ മിശിഹാ മരണത്തിനെ വിധിക്കപ്പെടുന്നു. ഈശോ മുട്ടിന്മേൽ നിൽക്കാൻ സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിൽക്കുക. സകലം വേദന സഹിച്ചാലും എൻ്റെ മുട്ട് കഴിഞ്ഞ ദിവസം ഒരു പൊട്ടകാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടി അടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉലക്കമഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ആദിഞ്ഞു വരുന്ന നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാദിച്ചിരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് എന്റെ ദൈവമായ കർത്താവേ, നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങളെല്ലാം കുരിശിൻ്റെ യാത്രയിൽ ഈശോയോട് ചേർത്ത് വെക്കുക. ഇതിനകത്ത് സഹനത്തിൻ്റെതായ നിയോഗങ്ങളുണ്ട്, വേദനയുടേതായ നൊമ്പരങ്ങളുണ്ട്,
ഒരുപാട് വേദനിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ നിയോഗങ്ങളുടെ ഒരു ഉയർപ്പുണ്ട്. അപ്പോൾ ഈ നിയോഗങ്ങൾ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ബന്ധുരിപ്പോഴൊന്ന് പ്രാർത്ഥിക്കും. ഈ നിമിഷം കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ബന്ധുരിപ്പോഴൊന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ഒന്ന് തുടിച്ച് ഹല്ലേലൂയ യാത്രയെക്കുറിച്ചുള്ള വഴിത്താരയെ സമർപ്പിക്കുന്നു. മക്കളുടെ നന്ദിയും ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെ എല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കണം. അനുഭവിക്കുവാനും പാവങ്ങളെ പറയുവാനും ജീവിക്കുവാനുള്ള എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കാതെ എല്ലാ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നയിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവമേ ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. തിരുവനന്തപുരത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ